നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആലപ്പുഴ ചേർത്തലയ്ക്കടുത്തുള്ള പള്ളിപ്പുറം എന്ന പ്രദേശം 5ലധികം സ്ത്രീകളെ കൊന്ന് ഒരു വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടി എന്ന സംശയമാണിപ്പോൾ പോലീസിന്. വീട്ടുവളപ്പിൽ നിന്ന് നിരവധി അസ്ഥികൾ വീണ്ടെടുത്തു. സ്ത്രീകളുടെ ബാഗുകളും വസ്ത്രങ്ങളുമൊക്കെ പുരയിടത്തിൽ നിന്ന് കണ്ടെടുക്കുന്നു. എന്നിട്ടും നിസ്സംഗതയോടെ ഈ സംഭവങ്ങൾ നോക്കിക്കാണുകയാണ് കേരളം. കേരളത്തിന് എന്തു സംഭവിച്ചു എന്നാണ് നമ്മൾ ഇവിടെ തിരയേണ്ടത്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ സംഭവിച്ച അതേ ദുരന്തം തന്നെയാണ് കേരളത്തിലും സംഭവിച്ചിരിക്കുന്നത്. സെബാസ്റ്റ്യൻ എന്ന സൈക്കോ കില്ലർ, അയാൾ കൊന്നൊടുക്കിയത് നിരവധി സ്ത്രീകളെയാണ് എന്ന് വാർത്തകൾ സ്ഥിരീകരിക്കുന്നു. കൂട്ടക്കൊലപാതകങ്ങൾ നടത്തി മൃതദേഹങ്ങൾ പുരയിടത്തിൽ കുഴിച്ചിട്ട സംഭവം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സംഭവത്തിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കാത്തത്? സെബാസ്റ്റ്യൻ എന്ന കൊടും ക്രിമിനലിനെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ വേണ്ടതുപോലെ എക്സ്പോസ് ചെയ്യുന്നില്ല? 2006-നും 2025-നുമിടയിൽ ചേർത്തലയിൽ നിന്ന് കാണാതായ മധ്യവയസ്കരായ 4 സ്ത്രീകൾ. മുൻപ് ആ പ്രദേശങ്ങളിൽ നിന്ന് കാണാതായ മറ്റ് 7 സ്ത്രീകൾ. 4 സ്ത്രീകളിൽ 3 പേരുടെ തിരോധാനം വിരൽ ചൂണ്ടുന്നത് സെബാസ്റ്റ്യൻ എന്ന സൈക്കോ കില്ലറിലേക്ക്. ഈ 3 പേർക്കും സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം. ഇവരുടെ മരണശേഷം ഈ സ്ത്രീകളുടെ മൊബൈൽ ഫോണുകൾ അടക്കം കൈകാര്യം ചെയ്തത് സെബാസ്റ്റ്യൻ. അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ സ്വർണ്ണക്കടകളിൽ കൊണ്ടുപോയി വിറ്റു. അവരുടെ വസ്തുവകകൾ ഇയാൾ അടിച്ചെടുത്തു. ഏറെ നിഗൂഢത നിറഞ്ഞ ഒരു വ്യക്തിയാണ് സെബാസ്റ്റ്യൻ എന്ന സൈക്കോ കില്ലർ. നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലുമൊക്കെ ഇയാൾ അറിയപ്പെട്ടിരുന്നത് അമ്മാവൻ എന്ന പേരിൽ. ചേർത്തല സ്വദേശിനികളായ ബിന്ദു പത്മനാഭൻ, ഐഷ, കോട്ടയം അതുരമ്പുഴ സ്വദേശി ജൈനമ്മ എന്നിവരെ കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യനാണ് എന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചു. യാതൊരുവിധ തെളിവുകളും ബാക്കി വയ്ക്കാതെ അതിവിദഗ്ധമായി സ്ത്രീകളെ കൊലപ്പെടുത്തുകയും പിന്നീട് അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുകയുമായിരുന്നു ഇയാളുടെ ശൈലി. കൂടുതൽ സ്ത്രീകൾ ഇയാളുടെ ഇരകളായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നു. 2024 ഡിസംബറിൽ കാണാതായ ഏറ്റുമാനൂർ സ്വദേശിനിയായ ജൈനമ്മ എന്ന സ്ത്രീ. ഇവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യനിലേക്ക് ചില സംശയങ്ങൾ നീളുന്നത്. തുടർന്ന് സെബാസ്റ്റ്യനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇതോടെ ജൈനമ്മ കൊല്ലപ്പെട്ടുവെന്ന സൂചനകൾ പോലീസിന് ശക്തമായി. ഇതിനെ തുടർന്നാണ് പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റ്യന്റെ ചെങ്കുന്തറ വീട്ടിൽ അന്വേഷണ സംഘമെത്തി പരിശോധനകൾ നടത്തുന്നത്. പരിശോധനയിൽ നിന്ന് അവിടെ മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. ഇതിന് പിന്നാലെ മറ്റു തിരോധാന കേസുകളിലേക്ക് പോലീസിന്റെ ശ്രദ്ധ പതിയുന്നു. 2024 ഡിസംബർ 23 മുതൽ ജൈനമ്മയെ കാണാനില്ല എന്ന് കാട്ടി ഭർത്താവ് KM മാത്യുവിന്റെ പരാതി പോലീസിന് മുന്നിൽ. ഇതേ ദിവസം മുതൽ ഡിസംബർ 25 വരെ പള്ളിപ്പുറത്തെ വീടിന്റെ ടവറിൽ സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഇതിനുശേഷം ഓഫായ ജൈനമ്മയുടെ ഫോൺ പിന്നീട് ഓണാവുന്നത് ജനുവരി 5-ന്. അപ്പോൾ സെബാസ്റ്റ്യൻ അതേ ടവർ ലൊക്കേഷനിലുണ്ട്. 2025 ജൂലൈ 19 ഉച്ചയ്ക്ക് ഈരാറ്റുപേട്ട ടൗണിൽ നൈനാർപ്പള്ളിക്ക് സമീപമുള്ള മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇയാൾ ജൈനമ്മയുടെ നമ്പറിൽ 99 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ചുരുക്കത്തിൽ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യന്റെ പക്കലെത്തി എന്ന് അന്വേഷണ സംഘം തിരിച്ചറിയുന്നു. ഇതിനെ തുടർന്നാണ് ജൈനമ്മയുടെ തിരോധാനം സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നത്. പിന്നീട് നടക്കുന്ന ചില വസ്തുതകൾ പോലീസ് കണ്ടെത്തി. നഗരത്തിലെ സഹകരണ ബാങ്കിലും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലുമായി പണയം വെക്കാനായി ഇയാൾ കുറച്ച് സ്വർണം എത്തിച്ചു. പിന്നീട് ആ സ്വർണത്തിൽ നിന്ന് കുറച്ചെടുത്ത് വിൽപ്പന നടത്തി. ഈ സ്വർണം വീണ്ടെടുത്തതോടെ അത് ജൈനമ്മയുടെ സ്വർണമാണ് എന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. ചേർത്തല DYSP ഓഫീസിന് മുന്നിലുള്ള ശ്രീ വെങ്കടേശ്വര ജുവലറിയിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്. ജൈനമ്മയെ കാണാതായ 2024 ഡിസംബർ 23-ന് ഉച്ച കഴിഞ്ഞ് ചേർത്തല നഗരത്തിലെ സഹകരണ ബാങ്കിന്റെ പ്രഭാത സായാഹ്ന ശാഖയിൽ 25.5 ഗ്രാം സ്വർണം ഇയാൾ പണയം വെച്ചിരുന്നു. സെബാസ്റ്റ്യന് വേണ്ടി സഹായി മനോജാണ് ഈ സ്വർണം അവിടെ എത്തിച്ച് പണയം വെച്ചത്. 24-ന് ദേവീക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 2 പവൻ പണയം വയ്ക്കുന്നു. വസ്തുതകൾ മനസ്സിലാക്കിയ പോലീസ് തുടർന്ന് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു. ജൈനമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആഭരണങ്ങൾ കൈക്കലാക്കുകയായിരുന്നു എന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. എന്നാൽ ചോദ്യം ചെയ്യലിൽ ഇയാൾ വിദഗ്ധമായി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് വെങ്കടേശ്വര ജുവലറിയിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും കുറച്ച് സ്വർണമെടുത്ത് അതിൽ 5 പവൻ ഇയാൾ വിറ്റഴിക്കുന്നു. 3 സ്ഥാപനങ്ങളിലും സെബാസ്റ്റ്യനെ എത്തിച്ച് പൂർണ്ണ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇതിനെ തുടർന്നാണ് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം പരിശോധനകൾ തുടങ്ങിയത്.
അവിടെ നിന്ന് കണ്ടെത്തിയതാവട്ടെ കത്തിക്കരഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ. ഇത് ജൈനമ്മയുടേതാവാം എന്നുറപ്പിച്ച പോലീസ് അത്തരത്തിലാണ് അന്വേഷണം ആദ്യം നീക്കിയത്. തലയോട്ടിയുടെയും തുടയെല്ലിൻ്റെയും ഒക്കെ ഭാഗങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തിയത്. ലഭിച്ച തലയോട്ടിയും തുടയെല്ലുമൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു പല്ലിൽ കെട്ട് അത് ഈ അന്വേഷണത്തിൽ നിർണായകമായി. തുടർന്ന് ജൈനമ്മയാണ് കൊല്ലപ്പെട്ടത് എന്നുറപ്പിക്കാനാവാതെ പോലീസ് കുഴഞ്ഞു. ഇതിനിടയിൽ കാണാതായ 2 സ്ത്രീകളുടെയും പല്ലിൽ കമ്പിയിട്ടിരുന്നു എന്ന വസ്തുത പോലീസ് സംഘത്തിന് മുന്നിലെത്തി. ജൈനമ്മയ്ക്ക് അത്തരത്തിൽ കമ്പിയിട്ട പല്ലുകളില്ല എന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇതോടെ പല്ലിൽ കമ്പിയിട്ട ആ സ്ത്രീകൾ ആര് എന്ന ചോദ്യവുമായി പോലീസ് തുടരന്വേഷണം തുടർന്നു. ഇതിനെ തുടർന്നാണ് ആ പ്രദേശത്ത് നിന്ന് കാണാതായ മറ്റു 2 സ്ത്രീകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്, ബിന്ദു പത്മനാഭനും ഐഷയും. ഇതോടെ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്ന് ലഭിച്ച മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തീരുമാനിച്ചു. അടുത്ത ആഴ്ച DNA ഫലം വരുമ്പോൾ ഈ ശരീരാവശിഷ്ടങ്ങൾ ആരുടേതായിരുന്നു എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയും. ഒന്നുകിൽ ബിന്ദു പത്മനാഭൻ്റെ, അല്ലെങ്കിൽ ഐഷയുടെ. ഇനി മറ്റേതെങ്കിലും സ്ത്രീകളുടേതാണോ എന്നുകൂടി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ തുടർന്നാണ് ഈ വീട്ടുവളപ്പിൽ ഇനിയും മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. ആ പ്രദേശത്ത് നിന്ന് കാണാതായ നിരവധി സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണം തുടർന്ന് അന്വേഷണ സംഘം നടത്തി. ഇവർക്കൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സെബാസ്റ്റ്യനുമായി ബന്ധം. സ്ത്രീകളെ സമീപിച്ച് അവരെ വശീകരിച്ച് സ്വത്തും പണവും സ്വന്തമാക്കുന്ന ഒരു വലിയ സൈക്കോ ക്രിമിനലാണ് സെബാസ്റ്റ്യൻ എന്ന സംശയം തുടർന്ന് പോലീസിൽ ശക്തമായി. നാട്ടിൽ മാന്യനായ വ്യക്തി. വീട്ടുകാരും നാട്ടുകാരുമൊക്കെ സെബാസ്റ്റ്യനെ വിളിച്ചിരുന്നത് അമ്മാവനെന്ന്. വലിയ സൗഹൃദ കൂട്ടായ്മകളിലൊക്കെ അമ്മാവനെത്തും. സരസമായി സംസാരിക്കുന്ന പ്രത്യേക വ്യക്തിത്വത്തിനുടമ. വസ്തു ഇടപാടുകളും ഇടനിലയുമൊക്കെയാണ് സെബാസ്റ്റ്യന്റെ തൊഴിൽ എന്ന് പൊതുവെ നാട്ടുകാർ കരുതി. എന്നാൽ വസ്തു ഇടപാടുകളുടെ മറവിൽ സ്ത്രീകളെ വശീകരിച്ചെടുക്കുകയായിരുന്നു സെബാസ്റ്റ്യന്റെ സ്ഥിരം ശൈലി. മധ്യവയസ്കരായ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് മിക്കവാറും ഇയാളുടെ ഇരകൾ. 2006 അന്ന് 47 വയസ്സുള്ള ചേർത്തല സ്വദേശിനി ബിന്ദുവിനെ കാണാതാകുന്നത്. കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാതെ ബിന്ദു ഒറ്റയ്ക്ക് താമസിക്കുന്നു. കോടികളുടെ സ്വത്തിനുടമയാണ് ബിന്ദു. MBA ബിരുദധാരി. 10 വർഷം കഴിഞ്ഞ് 2017 ബിന്ദുവിനെ കാണാനില്ല എന്ന പരാതി തന്നെ പോലീസിൽ ലഭിക്കുന്നത്. പരാതി ലഭിക്കാനുണ്ടായ കാലതാമസം പോലീസ് അന്വേഷണത്തിൽ വലിയ വീഴ്ചകൾ വരാൻ കാരണമായി. വലിയ വെല്ലുവിളികളാണ് അന്വേഷണത്തിൽ പോലീസ് നേരിട്ടത്. ഈ വർഷങ്ങൾക്കിടയിൽ ബിന്ദുവിന്റെ സ്വത്ത് സെബാസ്റ്റ്യൻ മറിച്ചുവിറ്റുവെന്ന വസ്തുത ഇപ്പോൾ പോലീസ് മനസ്സിലാക്കി. ഇതോടെയാണ് ബിന്ദുവിന്റെ സ്വത്തിനു വേണ്ടി ബിന്ദു കൊല ചെയ്യപ്പെട്ടിരിക്കാം എന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. 2012 മെയ് 13 ഐഷ എന്ന 54-കാരിയെ കാണാതാവുന്നത്. വീടിനോട് ചേർന്ന് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റ്യനുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നു എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. സമീപവാസിയായ ഒരു സ്ത്രീ വഴിയാണ് സെബാസ്റ്റ്യൻ ഐഷയെ പരിചയപ്പെടുന്നത്. ബാങ്കിൽ പോകുന്നു, അത്യാവശ്യ കാര്യമുണ്ട് എന്ന് അയൽക്കാരിയോട് പറഞ്ഞാണ് ഐഷ വീട്ടിൽ നിന്നിറങ്ങിയത്. പിന്നീട് അവരുടേതെന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹം ദുരൂഹ സാഹചര്യത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് ലഭിക്കുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ ഉയർന്നതോടെ ഐഷയുടെ മൃതദേഹമല്ല അതെന്നുറപ്പിച്ചു. ഐഷയെ സെബാസ്റ്റ്യൻ കൊല ചെയ്തു എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത്. പിന്നീട് ഐഷയുടെ സ്വത്തുക്കൾ സെബാസ്റ്റ്യൻ തട്ടിയെടുക്കുന്നതിൽ കലാശിച്ചു കാര്യങ്ങൾ. 2020 ഒക്ടോബറിൽ സിന്ധു എന്ന സ്ത്രീയെ കാണാതാവുന്നു. മകളുടെ വിവാഹ നിശ്ചയത്തിന് വെറും 2 ദിവസങ്ങൾക്ക് മുൻപാണ് സിന്ധു അപ്രത്യക്ഷയാകുന്നത്. മകളുടെ വിവാഹത്തിന് വേണ്ടി കരുതിയിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവുമൊക്കെ സിന്ധുവിൻ്റെ പക്കൽ. അമ്പലത്തിലേക്കെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ സിന്ധു പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയതേയില്ല. അർത്തുങ്കൽ പോലീസ് കേസ് അന്വേഷിച്ചു. മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചതിന് ശേഷമാണ് സിന്ധു പുറത്തേക്കിറങ്ങിയത്. ഇവർ ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തിയതായി പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. പക്ഷെ പിന്നീട് എങ്ങോട്ടേക്കാണ് സിന്ധു പോയത്? ബിന്ദുവും ഐഷയും സിന്ധുവും ഈ 3 സ്ത്രീകൾക്കും സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ തന്ത്രപൂർവ്വം സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് കൊല ചെയ്ത് പുരയിടത്തിൽ കുഴിച്ചിട്ടോ എന്ന സംശയം ഇപ്പോൾ ശക്തമാണ്. ഐഷയെ മാത്രമല്ല, ഐഷയുടെ അയൽക്കാരിയായ റോസമ്മയെയും കൊടുക്കാൻ സെബാസ്റ്റ്യൻ പദ്ധതിയിട്ടിരുന്നു. ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു റോസമ്മ. തൻ്റെ അയൽവാസിയായിരുന്ന ഐഷയുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ തന്നെയാണ് എന്ന് റോസമ്മ ഉറപ്പിക്കുന്നു. തൻ്റെ സ്വത്ത് ലക്ഷ്യമിട്ടാണ് വസ്തു വിൽപ്പനയുടെ പേര് പറഞ്ഞ് തന്നെ സെബാസ്റ്റ്യൻ സമീപിച്ചത് എന്ന് റോസമ്മ പോലീസിനോട് വെളിപ്പെടുത്തി. പിന്നീട് റോസമ്മയ്ക്കൊപ്പം ചേർന്ന് ഒരു വിവാഹാലോചന ഇയാൾ മുന്നോട്ട് കൊണ്ടുവന്നു.
ബന്ധുക്കളെ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞതോടെ അയാൾ സ്ഥലം കാലിയാക്കിയെന്ന് റോസമ്മ പറയുന്നു. കാണാതായ ഐഷയുടെ സമീപവാസിയാണ് റോസമ്മ. റോസമ്മ ഉറപ്പിച്ചു പറയുന്നു ഐഷയെ കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യൻ തന്നെയാണ്. അയൽവാസി എന്ന നിലയിൽ ഐഷയുമായി വലിയ അടുപ്പത്തിലായിരുന്നു റോസമ്മ. ഇരുവരെയും സെബാസ്റ്റ്യൻ വസ്തു വിൽപ്പനയുടെ പേരിൽ അടുത്തുകൂടി പാട്ടിലാക്കാനുള്ള ശ്രമം നടത്തി. കാണാതാകുന്ന സമയത്ത് ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ വളരെ അടുത്ത ബന്ധത്തിലായിരുന്നുവെന്നാണ് റോസമ്മ പറയുന്നത്. സ്ഥലം വാങ്ങാനായി കരുതി വെച്ചിരുന്ന പണമടക്കം അവരുടെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ ദുരൂഹതയേറുന്ന മറ്റു ചില സംഭവങ്ങളുണ്ട്. ഐഷയെ കാണാതായി ദിവസങ്ങൾക്ക് ശേഷം ഐഷയുടെ മൊബൈൽ ഫോണിൽ നിന്ന് റോസമ്മയ്ക്ക് കോളുകൾ. ഫോണെടുക്കും, പക്ഷെ മിണ്ടില്ല. തുടർച്ചയായി ഇത്തരത്തിൽ കോളുകൾ വന്നുകൊണ്ടിരുന്നു. ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണവും പരിശോധനയുമൊക്കെ ശക്തമായിരിക്കുന്നത്. എന്നാൽ മറുവശത്ത് കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണവും പോലീസ് തുടരുന്നു. സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും കേന്ദ്രീകരിച്ച് ഇന്നലെ ശക്തമായ പരിശോധനകൾ നടത്തി. വീട്ടുവളപ്പിലെ കുളം വറ്റിച്ച് നടത്തിയ പരിശോധനയിൽ വസ്ത്രഭാഗങ്ങൾ കണ്ടെത്തി. നേരത്തെ നടത്തിയ പരിശോധനയിൽ മനുഷ്യരുടെ അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇന്നലെ ഏകദേശം 20ഓളം മനുഷ്യൻ്റേതെന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെടുത്തു. വീടിന്റെ തറയിളക്കി ഇന്ന് പരിശോധനകൾ തുടരുമെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ വീടിന്റെ പിറകിലുള്ള ശൗചാലയത്തിലേക്കായിരുന്നു കെടാവർ നായ ആദ്യം ഓടിക്കയറിയത്. ശേഷം പറമ്പിലുള്ള കുളത്തിനരികിലേക്ക് നായ ചെന്നു. ഇതോടെ കുളത്തിൽ മൃതദേഹം തള്ളി എന്ന സംശയമായിരുന്നു അന്വേഷണ സംഘത്തിന്. തുടർന്നാണ് കുളം പറ്റിച്ചെന്നും പരിശോധനകൾ നടത്തിയതും. കുളത്തിൽ നിറയെ വലിയ മൂഷികൾ. അതുകൊണ്ട് തന്നെ മൃതദേഹം മീനുകൾക്ക് ഇട്ടുകൊടുത്തോ എന്ന സംശയം ശക്തമാണ്. വെള്ളം പൂർണ്ണമായി വറ്റിച്ച് ചെളി JCB ഉപയോഗിച്ച് മാറ്റിയുള്ള പരിശോധനയാണ് നടത്തിയത്. ബാഗും കൊന്ത പോലുള്ള വസ്തുക്കളും കുളത്തിനടിയിൽ നിന്ന് കണ്ടെത്തി. വസ്ത്രഭാഗങ്ങൾ ആരുടേതെന്ന പരിശോധനയ്ക്കായി പോലീസ് ലാബിലേക്ക് അയച്ചു. പുരയിടത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങളുണ്ടോ എന്ന് തിരയാൻ കെടാവർ നായകളെ ഉപയോഗിക്കുന്നു. 2.15 ഏക്കർ വരുന്ന പറമ്പ് പൂർണ്ണമായി കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഇതിൽ ഒന്നിലധികം കുളങ്ങളുണ്ട്. ആഫ്രിക്കൻ മുഷി അടക്കമുള്ള മത്സ്യങ്ങൾ കുളത്തിൽ. മൃതദേഹങ്ങൾ കുളത്തിൽ തള്ളിയിട്ടോ എന്നതാണ് പോലീസിന്റെ ഏറ്റവും വലിയ സംശയം. ലൈറ്റുകൾ അടക്കം എത്തിച്ച് ഇന്നലെ രാത്രിയിലും പരിശോധനകൾ തുടർന്നിരുന്നു. കെടാവർ നായ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ JCB ഉപയോഗിച്ച് പരിശോധന നടത്തുന്നു. കർണാടകയിലെ ധർമ്മസ്ഥലയിലും കേരളത്തിലെ ചേർത്തലയിലും കൊല ചെയ്യപ്പെട്ടു എന്ന് സംശയിക്കുന്നവരുടെ കുഴിമാടങ്ങൾ തേടിയുള്ള അന്വേഷണം. ഇപ്പോഴിതാ ചേർത്തലയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ അസ്ഥികഷ്ണങ്ങൾ. മറവ് ചെയ്തു എന്ന് കരുതുന്ന സ്ഥലങ്ങൾ JCB ഉപയോഗിച്ച് കുഴിക്കുകയാണ് പോലീസ്. ഇന്നലെ പുരയിടം കുഴിച്ചു പരിശോധിച്ചപ്പോൾ 10ലധികം അസ്ഥികൾ ലഭിച്ചുവെന്നാണ് സൂചന. ഇന്നലെ ഉപയോഗശൂന്യമായ സെപ്റ്റി ടാങ്ക് തുറന്ന് പരിശോധിച്ചിരുന്നു, പക്ഷെ ഒന്നും ലഭിച്ചില്ല. കിണർ വറ്റിച്ചുള്ള പരിശോധനയിലാണ് കുറേയേറെ തെളിവുകൾ ലഭിച്ചത്. പള്ളിപ്പുറത്തെ വീട്ടിൽ ഇന്നലെ ഉച്ചയ്ക്ക് 12:40 സെബാസ്റ്റ്യനെ എത്തിച്ച് പരിശോധനകൾ തുടങ്ങിയത്. 3 അന്വേഷണ സംഘങ്ങളും മണിക്കൂറുകളോളം വീട്ടിലിരുത്തി സെബാസ്റ്റ്യനെ ഇന്നലെ ചോദ്യം ചെയ്തു. സ്ത്രീകളെ പരിചയമുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും അറിയില്ല എന്ന നിലപാടിലാണ് സെബാസ്റ്റ്യൻ. ഇവർക്ക് എന്തു സംഭവിച്ചു എന്ന ചോദ്യം സെബാസ്റ്റ്യന് നേർക്കെറിയുമ്പോൾ യാതൊരുവിധ പ്രതികരണവുമില്ല. ഒരു കുലുക്കവുമില്ലാതെ ഇരിക്കുന്നത് സെബാസ്റ്റ്യൻ. ഇന്നത്തെ തെളിവെടുപ്പ് ഏറെ നിർണായകമാണ്. കഴിഞ്ഞ 16 വർഷത്തിനിടയിൽ പ്രദേശത്ത് നിന്ന് കാണാതായ ഏകദേശം 7ഓളം സ്ത്രീകൾ. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് കാണാതായ 4 സ്ത്രീകൾ. 11ഓളം സ്ത്രീകളെയാണ് ആലപ്പുഴ മേഖലയിൽ നിന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാണാതായിരിക്കുന്നത്. ഇവരിൽ പലർക്കും സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകളും പോലീസിന്റെ പക്കൽ. CM സെബാസ്റ്റ്യൻ എന്ന 68കാരൻ കേരളത്തെ ഭയപ്പെടുത്തുന്നു. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സീരിയൽ കില്ലറാണോ സെബാസ്റ്റ്യൻ എന്ന സംശയം. ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ DNA പരിശോധനയ്ക്കായി ശേഖരിച്ചു. ഐഷയ്ക്ക് ക്ലിപ്പിട്ട പല്ലുകളുണ്ടായിരുന്നു എന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. പാലയിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ജെയിൻ ബാബു എന്ന ജൈനമ്മയെ സെബാസ്റ്റ്യൻ പരിചയപ്പെടുന്നത്. ജൈനമ്മയ്ക്ക് 55 വയസ്സ്. സ്ഥലമിടപാടുകളാണ് തൻ്റെ ജോലിയെന്ന് സെബാസ്റ്റ്യൻ ജൈനമ്മയോട് പറഞ്ഞു. ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ വിറ്റു എന്ന കണ്ടെത്തലാണ് ജൈനമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക സംശയങ്ങൾക്ക് ഇടവരുത്തിയത്. ധ്യാനത്തിനെന്ന് പറഞ്ഞാണ് പിന്നീട് ജൈനമ്മ വീട്ടിൽ നിന്നിറങ്ങിയത്. 2024 ഡിസംബർ 23 ധ്യാനത്തിനെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ ജൈനമ്മയാണ് പിന്നീട് കാണാതാവുന്നത്. ചേർത്തലയിലെ സെബാസ്റ്റ്യൻ എന്ന സീരിയൽ കില്ലർ. ഇയാൾ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നു. എന്നാൽ ഇത്ര വലിയ കൊടുക്രൂരത നടന്ന പള്ളിപ്പുറത്തെ ഈ വാർത്തയ്ക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും മലയാളികൾ നൽകുന്നില്ല.
അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്കൊരു സംശയം, ഇവിടെ ഭ്രാന്ത് ആർക്കാണ്, നമ്മൾ മലയാളികൾക്കോ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.